മേഘരാഗത്തിന്റെ ഈ സംഗീതയാത്രയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അതിഥിയാണ് നമുക്കൊപ്പം ചേരുന്നത്. മ്യൂസീഷ്യൻ ആൻഡ് ലൈവ് പെർഫോമർ സ്റ്റീഫൻ ദേവസി. വെൽക്കം സർ. ഈ ഒരു പിയാനോ ഒരു ഒറിജിനൽ പിയാനോയിൽ തന്നെയായിരുന്നു തുടക്കം. ഇപ്പോൾ തന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഈ ഒരു ടെക്നോളജി ആ ഒരു ഡെവലപ്മെൻറ്റിനൊപ്പം തന്നെ ഈ ഇൻസ്ട്രുമെൻസിനും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ജെറി അമൽദേവ് സാറാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, പിയാനോ വായിക്കാൻ വേണ്ടി ഒരു വലിയൊരു പിയാനോ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത് വായിക്കാൻ ആളില്ല, 2 പേരെ വെച്ചിട്ടാണ് ഒരു പിയാനോ വായിപ്പിച്ചതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസസ് എങ്ങനെയാണ് ഒരു പിയാനോ ടു എ കീബോർഡ്, ഇപ്പോൾ ആ ഒരു ഗിറ്റാർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്, ആ ഒരു ടെക്നിക്കൽ ഡിഫറൻസസ് എങ്ങനെയാണ്? ശരിക്കും പിയാനോ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റാണ്. പിയാനോ തന്നെ അതിൻ്റെ ഒറിജിനൽ നെയിം മീനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ പിയാനോ സോഫ്റ്റാണ്. പിയാനോ ഫോർത്തെ, പിയാനോ സിമോ അങ്ങനെ വരും. അപ്പോൾ പിയാനോയ്ക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഓണാകുന്നില്ല, ഇതെന്താ വെച്ചാൽ പല എക്സ്പ്രഷൻ ഉണ്ട്. ഒരു കീയിൽ തന്നെ പല എക്സ്പ്രഷൻ ഉണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക്കിന് എന്താ വെച്ചാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ആ ഫുൾ എക്സ്പ്രഷൻ അറിയില്ല. മറ്റേത് 3 കമ്പിയാണ് ശരിക്കും. പിയാനോ ഹാമറാണത്. നമ്മളീ വായിക്കുന്നത് ഒരു ചുറ്റിക പോയിട്ട് അടിക്കണതാണ് പിയാനോ. അമർത്തുമ്പോൾ ആ സമയത്ത് ഒരു ചുറ്റിക പോയിട്ട് 3 കമ്പിയിലടിക്കും, അങ്ങനെ അടിക്കും. അങ്ങനെയാണ് ഈ പിയാനോ ഫുൾ വർക്ക് ചെയ്യുന്നത്. എല്ലാം ഹാമറാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കാട്ടിയും കൂടുതൽ സാധ്യതകൾ അതിലാണ് സാധ്യത. കാരണം എന്താ വെച്ചാൽ അതിന് എക്സ്പ്രഷൻസ് കൂടും. ഒരു കീയിൽ തന്നെ നമുക്കൊരു 20-25, എനിക്കറിയില്ല, 25 കൂടുതലുണ്ട് എക്സ്പ്രഷൻസ്. പല പല ഡൈനാമിക്സും അതിലുണ്ട്. അപ്പോൾ അതിൽ വായിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ നമ്മൾ മനസ്സിൽ വരുന്ന ഇമോഷണൽ എക്സ്പ്രഷൻ മുഴുവൻ അതിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇലക്ട്രോണിക് വന്നു കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക് സോഫിസ്റ്റിക്കേറ്റഡ് ആയി. ഇപ്പോൾ പിയാനോ ഇപ്പോൾ വരികയാണെങ്കിൽ ഇത്ര സ്ഥലം മുഴുവൻ പോകും. ഇതിപ്പോൾ ഇത്രയും മതി. പിന്നെ ഇത് വായിക്കുമ്പോൾ ഇതിൻ്റെതായ പരിമിതികളുണ്ട്. ഇപ്പോൾ ഇതിന് അത്രയും എക്സ്പ്രസീവായിട്ട് തോന്നില്ല. പക്ഷേ ഇതിൻ്റെ വ്യത്യസ്തത എന്താ വെച്ചാൽ ഇതിന് കുറേ സൗണ്ട് ഉണ്ട്. കുറേ സൗണ്ടുകൾ പിയാനോ കൂടാണ്ട് കുറേ സൗണ്ട്. പിയാനോയ്ക്ക് ഒരൊറ്റ ടോണേ ഉള്ളൂ, അത് പിയാനോ തന്നെ. ഇതിൽ കുറേ ഇൻസ്ട്രുമെൻ്റ് അധികം ഉണ്ട്. ഇത് വന്നത് ഇതിൽ കുറച്ചും കൂടെ നമുക്ക് ജാട കാണിക്കാം, തമാശ കാണിക്കാം. വലിയ ടഫ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് അല്ല ഗിറ്റാർ. ഇത് പഠിക്കുന്നതിനെക്കാട്ടിലും പകുതി സമയം മതി ഇത് ചെയ്യാൻ വേണ്ടി. ഇതിലൊരു എക്സ്പെർട്ടീസും ആണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ വായിക്കാനുള്ള കൊടിയൻ ഇങ്ങനെ വായിക്കുന്നു, ഗിറ്റാർ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ തമ്മിൽ വ്യത്യാസം. പക്ഷേ പിയാനോയിൽ പഠിച്ചു കഴിഞ്ഞാൽ that is the authentic way to be a piano player. Okay, so you started with that? I started with classical piano. ഞാൻ ആദ്യം ഓർഗനാണ് പഠിച്ചത്. എനിക്ക് നേരത്തെ പറഞ്ഞ ചെറിയൊരു ഓർഗനിലാണ് 6 വർഷം പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു 16 വയസ്സ് മുതൽ ഒരു 4 വർഷം 20 വയസ്സ് വരെ ഞാൻ ഒറിജിനൽ പിയാനോയിലാണ് പഠിച്ചത്. എൻ്റെ വീട്ടിൽ പിയാനോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേതനലിൽ ഫുൾ ടൈം നിന്ന്, കാരണം അത് കിട്ടാൻ വേണ്ടി. കാരണം അത് ആ കൊച്ചു കട്ടിയാണ് വായിക്കുമ്പോൾ. പക്ഷേ ആ ഒരു സാധനം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ we have so much caliber. ആ കാലിബർ നമ്മുടെ കുറേ കൂടെ ഐഡിയാസ് വളരും. പിന്നെ ഏത് ഇൻസ്ട്രുമെൻറ്റും നമുക്ക് കീഴിലുള്ള ഏത് ഇൻസ്ട്രുമെൻറ്റും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതാണ് പിയാനോയുടെ ഒരു പവർ. ദെൻ സ്റ്റീഫൻ ചേട്ടാ, ഈ ഒരു ഗിറ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ഇന്ത്യൻ മ്യൂസിക്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേജസിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായി അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കാണുന്ന താങ്കളാണ്. എങ്ങനെയാണ് ഈ ഒരു ഗിറ്റാറിലേക്ക് എത്തുന്നത്? ഗിറ്റാർ എനിക്കൊരു ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ റെക്സ് ബാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ വായിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഞാൻ സോളോസ് എല്ലാം വായിക്കും. അതിൽ സോളോ എനിക്ക് വായിക്കാൻ സമയമുണ്ട്, ഒരു 10 മിനിറ്റ് സമയം തരും. അപ്പോൾ ഒരു ദിവസം സോളോ വായിച്ചു കഴിഞ്ഞപ്പോൾ ജർമ്മനിയിൽ നിന്ന് ഈ റെക്സ് ബാൻഡ് കോർഡിനേറ്റർ മനോജ് സണ്ണി ഇതേമാതിരി ഒരു ഗിറ്റാർ കൊടുത്തു. ഞാൻ ഈ ഗിറ്റാർ മുന്നേ കണ്ടിട്ടുണ്ട്, റഹ്മാൻ ഒരു സ്ഥലത്ത് വെച്ച് വായിച്ചിട്ടുണ്ട്. പിന്നെ ലൂയി ബാങ്ക്സ് ഉണ്ട്. ലൂയി ബാങ്ക്സ് ഇസ് എ ഗോഡ് ഓഫ് ജാസ് ഇൻ ഇന്ത്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലും ഗിറ്റാറുണ്ട്. പക്ഷേ ഞാനത് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കത് കൊണ്ടു തന്നു, ഇത് നോക്കി നോക്ക്, ഇതിൽ ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴുത്തിലിട്ടിട്ട് എനിക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് മനസ്സിലായി. സ്ലോലി അന്നത്തെ ഗിറ്റാറിന് ഇതിന് സൗണ്ട് ഉണ്ട് ഇതിനകത്ത്. അന്നത്തെ ഗിറ്റാറിന് ഇതിനകത്ത് സൗണ്ടില്ല. ഇത് ഒരു കീബോർഡ് കണക്ട് ചെയ്യണം, മിഡി എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ആണ്, മിഡി ഡാറ്റാസ് വഴിയാണ് അത് വായിക്കുന്നത്. അപ്പോൾ അത് ഞാൻ സ്ലോലി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നിട്ട് അന്ന് എനിക്ക് ബാൻഡൊന്നുമില്ല എൻ്റെ കൂടെ. ഞാൻ ട്രാക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഇത് വായിക്കണ മാതിരി ഒരു പീസ് ഉണ്ടാക്കി 2 പ്രോഗ്രാമിൽ വായിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് പതുക്കെ ഇത് വെച്ച് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഫ്രണ്ട്സൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഗിറ്റാർ വായിച്ച് ഇപ്പം ഞാൻ പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ അവർ ചോദിക്കും, താങ്കൾ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് കൊടുത്താൽ മതി. കൊച്ചു സാധനം കൂടെ കൊണ്ട് അതെ, എല്ലാവരും ചോദിക്കും ആ വെളുത്ത സാധനം ഇല്ലേ. അതെ, ഇപ്പോൾ ഇത് ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്. പക്ഷേ ഞാൻ പറയാം, എനിക്ക് മുഴുവനായിട്ടൊരു മ്യൂസിക്കൽ സംഭവം ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ കാഴ്ച ഒരു രസം, ഒരു ആനച്ചന്തം. പിന്നെ എല്ലാവരുമായിട്ട് എല്ലാവരും അടുത്ത് പോയി നിന്ന് വായിക്കാം, പിന്നെ പാട്ടുകാരൻ്റെ കൂടെ നിന്ന് വായിക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പിയാനോയിൽ കിട്ടുന്ന ആ ഒരു
ദാറ്റ് ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഇതൊക്കെയാണ്, പക്ഷേ ദിസ് ഈസ് എ ഫാഷൻ, ദിസ് മേ ബി എ ട്രെൻഡ്. അതെ, അത്ര തന്നെയുള്ളൂ.
ഇന്ന് നമ്മളുടെ ഒരു കീബോർഡ് ആർട്ടിസ്റ്റുകളിൽ ഇത്രയും സ്പീഡായിട്ട് വായിക്കുന്ന ഒരു വ്യക്തി കേരളത്തിൽ മറ്റില്ല എന്ന് തോന്നുന്നു. ഈ ഒരു പ്രാക്ടീസിങ്ങിനെ കുറിച്ചും ഈ ഒരു സ്പീഡിനെ കുറിച്ചും കുറേ കലാകാരന്മാരുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. നമ്മളെക്കാട്ടിലും നന്നായി വായിക്കുന്നവരൊക്കെ ഉണ്ട്, നമ്മൾ അറിയിച്ചിട്ടായിരിക്കും. സ്പീഡ് എന്ന് പറഞ്ഞത് ഒരു ടെക്നിക്കാണ്. ഇപ്പോൾ RPG ഇപ്പോൾ ഒരു നോട്ട്സ് ഇപ്പോൾ ഒരു 12 നോട്ട്സ് ഒരുമിച്ച് ഇത്ര നേരത്ത് വായിക്കണം. അത് നമ്മൾ എത്രത്തോളം നമ്മൾ ആ ഒരു സ്ലോ ആൻഡ് സ്റ്റഡിയിൽ തുടങ്ങി നമ്മൾ ആഗ്രഹിക്കുന്ന സ്പീഡിൽ എത്താൻ വേണ്ടി നമ്മൾ അതിനൊരു പരിശ്രമമുണ്ട്. ആ പരിശ്രമം ഞാൻ വളരെയധികം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു RPG തന്നെ ഒരു RPG എന്ന് പറഞ്ഞൊരു ഒരു 16 നോട്ട് അങ്ങോട്ട് വായിക്കണം ഒറ്റയടിക്ക്. ഡ്രക്ക് വരണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500 തവണ നമ്മൾ നോക്കും. ട്രൈ ചെയ്ത് മറ്റുള്ള നോട്ട്സിനെ തട്ടാതെ ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ കുറയുമ്പോൾ നമ്മുടെ കയ്യിൽ വരും. പ്രാക്ടീസാണ് എല്ലാത്തിൻ്റെയും ഇത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് പഠിക്കില്ലേ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വായിൽ വരാൻ വേണ്ടി പറഞ്ഞ് പഠിക്കും. അപ്പോൾ പിയാനോയിലും അങ്ങനെ തന്നെ, എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും അങ്ങനെയാണ്. ആദ്യം പതുക്കെ തുടങ്ങുക, പിന്നെ സ്പീഡ് കൂട്ടി വരിക. പിന്നെ എനിക്കൊരു അന്നത്തെ ഒരു തിളപ്പായിരുന്നു, എന്ത് സാധനം കയ്യിൽ കിട്ടിയത് കയ്യിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവും. അതൊരു എനർജി ആ സമയത്ത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുത്തു. സ്റ്റീഫൻ ചേട്ടാ, ഈ ഒരു ഫീൽഡിൽ താങ്കളുടെ മറ്റ് ഇൻസ്പിറേഷൻസിനെ കുറിച്ച് ആരൊക്കെയാണ്? എനിക്ക് കുറേ പേരുണ്ട്. എൻ്റെ കൂടെ വായിക്കുന്നവരൊക്കെ എന്നെ ഇൻസ്പയർ ചെയ്യാറുണ്ട്. ഇന്ന് വന്ന കലാകാരന്മാർ എന്നെ ഇൻസ്പയർ. ചിലപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് ഞാൻ കേട്ടു തുടങ്ങിയ മ്യൂസിക് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ആയതുകൊണ്ട് മൊസാർട്ടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പോസിഷൻസും ഒരു ഭയങ്കര ഡെപ്തുള്ളായിരുന്നു. എന്തോ ഒരു കാച്ചി മെലഡീസും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. പിന്നെ കുറേ ബീത്തോവൻ, ഷോപ്പൈൻ അങ്ങനെ കുറേ കേട്ടു. ഇവിടെ എനിക്ക് ഏറ്റവും കുറേ ഗസൽ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. മഹദി ഹസൻ ഖാൻസ്, അത് ഹരിഹരൻ പരിചയപ്പെടുത്തി തന്നാണ്. അങ്ങനെയുള്ള കുറേ മഹദി ഹസൻ ഖാൻസ്, അപ്പോൾ ഗുലാം അലി സാർ, അങ്ങനെയുള്ള കുറേ കലാകാരന്മാരൊക്കെ കേട്ടു. പിന്നെ യാനി ഭയങ്കര ഇഷ്ടമായിരുന്നു. യാനിയുടെ ഒരു സിമ്പിളാണ്, പക്ഷേ എന്തോ ഒരു മാജിക്കൽ ഒരു സാധനം യാനിയുടെ പെർഫോമൻസിലുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷനിലും ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് താളമായിരുന്നു, പക്ഷേ ഭയങ്കരമായിട്ട് അട്രാക്റ്റിംഗ് ഉണ്ട്. പിന്നെ ജാക്കിർ ഹുസൈൻ ഇഷ്ടമായിരുന്നു, റഹ്മാൻ സാർ ഓബ്വിയസ്ലി. അങ്ങനെ കുറേ കലാകാരന്മാർ. എനിക്ക് മലയാളത്തിൽ ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ് മാസ്റ്ററിൻ്റെ ഒരു കാസറ്റ് എൻ്റെ കയ്യിൽ ഞാൻ ഏകദേശം ഒരു 500 തവണ കേട്ടിട്ടുണ്ടോ പാട്ടുകൾ. അത്രയും ഒരു ഡെപ്തും മ്യൂസിക്കിന് ഒരു ഭയങ്കര ഇമ്പോർട്ടൻസും ട്യൂണിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അങ്ങനെ കുറേ ആൾക്കാരെ താങ്കളുടെ പെർഫോമൻസിലും ഇവർക്കൊക്കെ ഒരു ട്രിബ്യൂട്ട് പോലെ സമർപ്പിക്കാറുണ്ട് അല്ലേ? ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. മ്യൂസിക് പറഞ്ഞാൽ എല്ലാം ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് പറയാം. ഒരിക്കലും ഞാൻ അർഹനല്ല. ഞാൻ പലതും പല സ്ഥലത്ത് നിന്ന് കേട്ട സാധനങ്ങൾ മാത്രം നമ്മൾ വായിക്കുമ്പോൾ അത് റിപ്പീറ്റഡായി വരണം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരാളൊരു മ്യൂസിക് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും കേട്ട സാധനങ്ങളോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടുന്നതായിരിക്കും. ദാറ്റ് ഈസ് മ്യൂസിക്. അങ്ങനെ ഒരു പവറുണ്ട്. നമ്മൾ വായിക്കുന്ന നോട്ട്സ് എല്ലാം നമ്മുടെ എയറിലുണ്ട്. നമ്മളെവിടെ കേൾക്കും, എവിടെ കേൾക്കും, ചിലപ്പോൾ ഉറങ്ങുമ്പോൾ കേൾക്കും, ചിലപ്പോൾ അത് പിന്നെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് തിരിച്ചു വരും. അങ്ങനെയാണ് മ്യൂസിക്കിന് തോന്നുന്നത്. നമ്മൾ ഈ ഒരു സംസാരത്തിൽ ഒരിക്കലും വിട്ടുപോകാൻ സാധിക്കാത്ത ഒന്നാണ് പ്രോജക്റ്റ് 70 എന്ന് പറയുന്ന ഒരു ന്യൂ ആൽബം. ഈ ഒരു സിറ്റുവേഷനിൽ ഇൻസ്ട്രുമെൻ്റൽസിന് നോർമലി ഒരു മെയിൻ സ്ട്രീം മ്യൂസീഷ്യൻസ് ആയിട്ട് കണക്കാക്കുന്നില്ല. അതിൽ നിന്ന് മുന്നോട്ട് വരിക അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് 70 എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രോജക്റ്റ് 70 കഴിഞ്ഞ 1.5 വർഷം മുന്നെയാണ് എൻ്റെ തലയിൽ വന്നത്. സാധാരണ ഞാൻ പ്രോഗ്രാമുകൾ പല ബാൻഡുകളായിട്ടും എൻ്റെ ബാൻഡ് അല്ലെങ്കിൽ പല മ്യൂസീഷ്യൻസായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇനി എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ എഴുതാൻ തുടങ്ങി. ഞാൻ മ്യൂസിക് എഴുതുമായിരുന്നു പണ്ടും. ഇത് ഞാൻ കുറച്ച് വയലിനും ചെല്ലോയും ഡബിൾ ബേസും അങ്ങനെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് കുറച്ചൊരു ഗ്രാജുവലായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് പ്രോജക്റ്റ് 70 എന്ന് പറഞ്ഞ് വന്നത്. ആദ്യം പ്രോഗ്രാം ചെയ്തു, കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ കേട്ടപ്പോൾ എനിക്കിഷ്ടം തോന്നി. അങ്ങനെ അത് ബാക്കിയെല്ലാം എഴുതിച്ച് പിന്നെ വിചാരിച്ചു ഓഡിയോ മാത്രം ചെയ്താൽ പോരാ, വീഡിയോ. ഇന്നിപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് അത്രയും വലിയതായി നിൽക്കണോണ്ട്, യൂട്യൂബും അല്ലെങ്കിൽ വിവോ ഒക്കെ അത്രയും നിൽക്കണോണ്ട് എനിക്ക് മനസ്സിലായി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നുകൂടി അതിനോട് ഇഷ്ടം വരും. അപ്പം എപ്പോഴും അങ്ങനെയാണ്. കാരണം പാട്ടിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പാട്ട് പാടണമുണ്ട്, അതിൽ വരികളുണ്ട്, വരികളിൽ ഒരു മെസ്സേജ് ഉണ്ട്. ആക്ച്വലി പിയാനോയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്നാൽ വരികളില്ല അതിന്, എന്നാൽ ഒരു ചെറിയ മെസ്സേജ് ഉണ്ട്. പക്ഷെ അത് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പാട്ടിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ഇൻസ്ട്രുമെൻ്റൽ.
പക്ഷേ ഇൻസ്ട്രുമെൻറ്റിൽ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമായിരിക്കും. അങ്ങനെ തോന്നി വീഡിയോ ചെയ്യാന്ന്. അങ്ങനെ 3 പാട്ട് ഞാൻ ഷൂട്ട് ചെയ്തു. ഒരു പാട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നുള്ളൂ. ഇനിയിപ്പോൾ ഏലിയൻസ് ഇൻ ദ സിറ്റി. ഏലിയൻസ് ഇൻ ദ സിറ്റി കുറച്ച് പ്രാന്താണ്. മ്യൂസിക്കിന് ആ ഒരു മ്യൂസിക്കിൻ്റെ വേറെ ലലബായ് വന്നിട്ടില്ല. ലലബായ് അങ്ങനെ ലലബായ് എന്ന് പേര് വന്ന് എൻ്റെ രണ്ടാമത്തെ മ്യൂസിക്കിൻ്റെ പേര് ലലബായ് എന്നാണ്. പക്ഷെ ഞാനത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഏലിയൻസ് ഇൻ ദ സിറ്റിയിൽ എന്താണെന്ന് വെച്ചാൽ വോൾ നോട്ട് ഡൈനാമിക്സ് കുറേ ഉണ്ട്, പിന്നെ ഈരി ആയിട്ടുള്ള കുറേ മ്യൂസിക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏലിയൻസിൻ്റെ സാധനം വന്നത്. പിന്നെ പിയാനോ എപ്പോഴും അയിലൊക്കെ വായിക്കുമ്പോൾ ഒരു താരാട്ടുപാട്ടുമാതിരി തോന്നും, അതുകൊണ്ടായിരിക്കും ഇയാളത് പറഞ്ഞിട്ടുണ്ടാവുക. രണ്ടാമത്തെ മ്യൂസിക് ശരിക്കും ലല്ലബായ് ആണ്.
ഇനി ഒരു സംഗീതം എന്നുള്ളൊരു ഫീൽഡിൽ മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ ഡെഫിനറ്റ്ലി പ്രോജക്റ്റ് 70 അതിൻ്റെ ഒരു പാർട്ടാണ്. മറ്റ് എനിക്ക് ഇനിയും സിനിമകൾ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ബോളിവുഡ് എനിക്ക് ഓഫറുകൾ വരുന്നുണ്ട്. ചിലപ്പോൾ അത് ചെയ്തേക്കാം, അല്ലെങ്കിൽ തമിഴിൽ ചെയ്യുന്നേക്കാം. ഓരോരുത്തരും അവസരം ഇങ്ങനെ തരുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ഇൻസ്ട്രുമെൻറ്റും ഈ ഒരു കൾച്ചറും ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് തോന്നുകൊണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്കതുകൊണ്ട് നല്ല സപ്പോർട്ടേഴ്സ് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. എനിക്കിത് ലോകത്ത് കൊണ്ടുപോകണം, ലോകം മുഴുവൻ ആൾക്കാരെ അറിയണം. ഞാൻ കുറേ രാജ്യത്ത് പോയി വായിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 50 രാജ്യങ്ങളിൽ ഞാൻ എൻ്റെ മ്യൂസിക് പെർഫോം ചെയ്തിട്ടുണ്ട്. മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക് അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഇന്ത്യൻ മ്യൂസിക് വായിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അവിടെ കൊണ്ടെത്തിക്കാം, അത് ചിലപ്പോൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം, അതിന് മാനേജ്മെൻറ്റ് നന്നായി ചെയ്യണം, നല്ല ഗ്രൗണ്ട് വർക്ക് ചെയ്യണം. എനിക്ക് മനസ്സിലായ ആൾക്കാർക്ക് കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, പക്ഷെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരവസരം വേണ്ടേ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് പല വഴികളും ഞാൻ പോയി ഈ മ്യൂസിക്കിനെ വേൾഡ് മ്യൂസിക്കൽ ലെവലിൽ ആ ഒരു കാറ്റഗറിയിൽ എത്തിക്കണം എന്നാണ് ആഗ്രഹം. അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ഡ്രീം. ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ എടുത്ത ദ ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബെസ്റ്റ് ഡിസിഷൻ എൻ്റെ കരിയർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സംഗീതത്തിനോട് കാണിച്ച ആ ഒരു സംഗീതത്തിനോട് കൂടെ നിൽക്കുക എന്നുള്ളൊരു തീരുമാനമായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ ആരും പ്രൊഫഷണൽ കലാകാരന്മാർ ആരുമില്ല. പിന്നെ മ്യൂസിക്കിനോട് അത്രയും അടുത്ത് ജീവിക്കുന്ന ആരുമില്ല. എല്ലാവരും ബിസിനസ്സും ജോലികളായിട്ട് എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ആരും പറയും എന്താവും ആ മ്യൂസിക് നീ പഠിച്ച, പക്ഷെ നീ എന്താവുക, അപ്പോൾ അതെനിക്കറിയില്ലായിരുന്നു എന്താവുക. കാരണം വേറെ ഒന്നും ആവാൻ എനിക്ക് ആഗ്രഹമില്ല. മ്യൂസിഷ്യൻ ആവാൻ ആദ്യം കുറച്ച് പേടിയായിരുന്നു. പിന്നെ മനസ്സിലായി പേടിക്കണ്ട, അങ്ങനെയാണ് ഇറങ്ങാം. ആ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ ടേണിംഗ് പോയിൻ്റ്. ഈവൻ എനിക്ക് കിട്ടിയ എന്ത് കാര്യമാണെങ്കിലും, എന്ത് പേര് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ അറിയപ്പെടുന്നു, എല്ലാം എൻ്റെ മ്യൂസിക് കാരണമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത തീരുമാനം ആ ഒരു വഴിയായിരിക്കും. സംഗീതത്തിനോട് കൂടെ നിൽക്കാം. അന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, എനിക്ക് ഫേമസ് ആവണമെന്നോ പൈസ ഉണ്ടാക്കണമെന്നോ ഒരു ആഗ്രഹമില്ലായിരുന്നു. എനിക്കൊരു കലാകാരനായിട്ട് ജീവിച്ചാൽ പോയാൽ മതി, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജെന്യുവൻ ആഗ്രഹമായിരുന്നു. അത് ബാക്കിയെല്ലാം എനിക്ക് എങ്ങനെ കിട്ടിയതാണ്, അതാണ് പറയാം. സോ ആ മ്യൂസിക്കിന് എടുത്ത തീരുമാനമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ തീരുമാനം. എന്തായാലും ഈ ഒരു ഓണക്കാലത്ത് ഇത്രയും തിരക്കുകൾക്കിടയിലും ഈ ഒരു ദൂരദർശൻ്റെ ഈ ഒരു വേദിയിൽ എത്തിച്ചേർന്ന മേഘരാഗത്തിൽ നമുക്കൊപ്പം ഒരുപാട് സംഗീതവും കുറേ വിശേഷങ്ങളുമായി പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു. എന്നെ അതിനെ വിളിച്ചത് നന്ദി. ഈ ഓണത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും ഐശ്വര്യം കൂടുതലായിട്ട് വരട്ടെ. എല്ലാ ദൂരദർശൻ വ്യൂവേഴ്സിനും എൻ്റെ ഹാർദവമായ നന്ദി. പ്രോഗ്രാം സംഗീതത്തിന് മാത്രം സംഗീതം കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്നത് വലിയ കാര്യമാണ്. ഇനി പല കലാകാരന്മാർ വരും, അവരൊക്കെ ഇഷ്ടപ്പെടുക. വലിയ ആൾക്കാർ വേറെ ഉണ്ട്, അവരെല്ലാം ഇഷ്ടപ്പെടുക, മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുക. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു. Sare ba ma re sa ne re sa, dom 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 do 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 de ra na na, dom 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 do de ra na na, ha ha. Sare ma pa